ഒരു ക്വസ്റ്റ്യനിൽ നിങ്ങൾക്ക് കാണാണ്ടാവും ബോർഡ് മാസ് അല്ലെങ്കിൽ സിംപ്ലിഫിക്കേഷൻ എന്ന് പറയുന്ന ഒരു ചാപ്റ്ററിലത്തെ ഒരു ക്വസ്റ്റ്യൻ ആണ്. അതായത് 5 ഡിവൈഡഡ് ബൈ 17 ഡിവൈഡഡ് ബൈ 3/2 ഓഫ് 5/17 അല്ലെ. ഈ ഒരു ക്വസ്റ്റ്യനിൽ നമുക്കറിയാം ഓഫ് ആണ്. അക്കോർഡിംഗ് ടു ബോർഡ് മാസ് എന്ന് പറയുന്ന ഒരു റൂൾ വെച്ചിട്ട് നമുക്ക് എന്താണ് ചെയ്യേണ്ടത്? ഓഫ് ആണ് ആദ്യം ചെയ്തിട്ടുണ്ട്, ആരിന് മുമ്പ്? ഡിവിഷന് മുമ്പ് അല്ലെ. അപ്പൊ നമുക്ക് ഓഫ് കോഴ്സ് 5 ഡിവൈഡഡ് ബൈ 17 ഡിവൈഡഡ് ബൈ 3/2 ഇൻറ്റു 5/17 അല്ലെ. ഈ ഒരു നമ്പർ ചെയ്ത് കഴിഞ്ഞിട്ട് എന്തിലേക്ക് പോകാൻ പാടുള്ളൂ? ഈ ഒരു ഡിവിഷനിലേക്ക് പോകാൻ പാടുള്ളൂ അല്ലെ. അപ്പൊ നമുക്ക് ഈ ഒരു നമ്പർ ചെയ്ത് കഴിയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 5 ഡിവൈഡഡ് ബൈ 17 ഡിവൈഡഡ് ബൈ 3 ഇൻറ്റു 5 ചെയ്യാണ്ട് നമുക്ക് ആ ഒരു നമ്പേഴ്സിനെ ഡയറക്ട്ലി മൾട്ടിപ്ലൈ ചെയ്യാണ്ട്, അതായത് 3 ഇൻറ്റു 5 മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് എത്ര കിട്ടും? 3 ഇൻറ്റു 5 മൾട്ടിപ്ലൈ ചെയ്താൽ 15 കിട്ടും. നമുക്ക് ആ ഒരു നമ്പറിനെ മൾട്ടിപ്ലൈ ചെയ്തിട്ട് വലുതാക്കിയിട്ട് ഒരു കാര്യമില്ല, നമുക്ക് ചിലപ്പോൾ അത് ക്യാൻസൽ ആയി പോകും അല്ലെ. അപ്പൊ ആ ഒരു നമ്പറിനെ മൾട്ടിപ്ലൈ ചെയ്യാണ്ട് ഡിവിഷൻ വിത്ത് എ നമ്പർ മീൻസ് രണ്ടാമത്തെ നമ്പറിന്റെ റെസിപ്രോക്കൽ എടുത്ത് മൾട്ടിപ്ലൈ ചെയ്യാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക? ഫസ്റ്റ് ഈ ഡിവിഷൻ തന്നെ മാറ്റി എഴുതുക. അതായത് 5 ഡിവൈഡഡ് ബൈ 17 ഇൻറ്റു രണ്ടെണ്ണത്തിന്റെയും റെസിപ്രോക്കൽ എടുക്കുക. ആക്ച്വലി നമുക്ക് അവിടെ ഓഫ് ആണ്, അപ്പൊ രണ്ടുപേരിനെ എന്ത് ചെയ്യണം? മൾട്ടിപ്ലൈ ചെയ്യണം. നമ്മൾ രണ്ടുപേരിനെയും മൾട്ടിപ്ലൈ ചെയ്യാണ്ട് 2 ഇൻറ്റു 17 നമ്മളിവിടെ ആക്ച്വലി എത്രയേ എടുക്കുള്ളൂ? 2 മാത്രമാണ് എന്ത് ചെയ്യുള്ളൂ? മേലേക്ക് കൊണ്ടുപോകുള്ളൂ അല്ലെ. എന്നിട്ട് 3 എന്ത് ചെയ്യും? താഴേക്ക് കൊണ്ടുവരും. അതല്ലേ സാധാരണ ചെയ്യാറ്. നമ്മൾ എന്ത് ചെയ്യുക? ഓഫ് ഉണ്ടെങ്കിൽ ഈ എൻറ്റയർ ടേമിന്, അതായത് 2 ഇൻറ്റു 17 എന്ന് പറയുന്ന എൻറ്റയർ ടേമിന്റെ മേലേക്ക് എഴുതുക, 3 ഇൻറ്റു 5 എന്ന് പറയുന്ന എൻറ്റയർ ടേമിന്റെ താഴേക്ക് എഴുതുക കേട്ടോ. എന്നിട്ട് ഫ്രണ്ടിലത്തെ ഡിവിഷനിൽ മാറ്റി എഴുതുക. അപ്പൊ നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യാണ്ട് ക്യാൻസൽ ചെയ്ത് പൊക്കോളും. അല്ലെങ്കിൽ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്തതിന് ഒരു വലിയ വാല്യൂ ആവുന്നിട്ട് വീണ്ടും അത് ക്യാൻസൽ ചെയ്യാൻ വേണ്ടിയിട്ട് കോമൺ ഫാക്ടർ ഏതാന്ന് കണ്ടുപിടിക്കേണ്ടി വരും. സോ ഇവിടെ എന്ത് പോയി? 17 പോയി, ഈ 5 പോയി, ഈക്വൽ ടു 2/3 കേട്ടോ. അപ്പൊ ഇങ്ങനെ ഒരു പാറ്റേൺ നിങ്ങളുടെ ക്വസ്റ്റ്യനിൽ വരുന്നത് ശ്രദ്ധിക്കുകയാണെങ്കിൽ, ഇങ്ങനെ ഒരു ഡിവൈഡനും ഓഫ് എന്ന് പറയുന്ന ഒരു പാറ്റേൺ നിങ്ങളുടെ ക്വസ്റ്റ്യനിൽ വരുമ്പോൾ ഇത് ശ്രദ്ധിക്കുകയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി? ഓഫിന്റെ സിമ്പിൾ മാറ്റി എഴുതിയിട്ട് ആ ഒരു എൻറ്റയർ ടേമിന്റെ ഡിനോമിനേറ്റർ മേലേക്ക് എഴുതുക. ഡിവിഷൻ ആണ് ഫ്രണ്ടിൽ എടുക്കണമെങ്കിൽ ആ ഒരു ഓഫിന്റെ എൻറ്റയർ ടേമിന്റെ ഡിനോമിനേറ്റർ മുകളിലേക്ക് എഴുതുക. അതുപോലെ എൻറ്റയർ ടേമിന്റെ ന്യൂമറേറ്റർ താഴേക്ക് എഴുതുക കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് ക്യാൻസൽ ചെയ്ത് പോകാൻ പറ്റും. അപ്പൊ നിങ്ങൾക്ക് കുറെ സമയം ലാഭിക്കാൻ പറ്റും. നമുക്ക് മറ്റൊരു ക്വസ്റ്റ്യനിൽ കാണാം.